എടാ ഞാൻ കുറച്ച് സൈലൻ്റ് ആയിട്ടുണ്ടോടാ. എന്താ എനിക്ക് അങ്ങനെ ഒരു സംശയം? അല്ല ഇന്നലെ 5 പറയാ ഞാൻ സൈലൻ്റായി പോയെന്ന്. നീ ഇവിടെ സൈലൻ്റ് ഒന്നുമില്ലല്ലോ. 2 അടിച്ചു കഴിഞ്ഞാലേ നിന്റെ വായിൽ വല്ല തുണിയും തിരുകാൻ തോന്നും. അല്ലടാ ഞാനും പിന്നെ ആലോചിച്ചു, ഞാൻ വീട്ടിൽ സൈലൻ്റാണ്. അത് നീ മാത്രമല്ലടാ, ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും സൈലൻ്റ് ആവും. പക്വതരാണ്. അതെ, നമ്മുടെ അച്ഛന്മാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. പോടാ, എൻ്റെ അച്ഛൻ നമ്മൾ പറയണോ? അവളും സൈലൻ്റാണ്. എന്നോട് ഇങ്ങനെ ആരും പറ്റില്ല കേട്ടോ. അതിന് നിൻ്റെ പ്രൊഫഷൻ അങ്ങനെയല്ലേ, മെഡിക്കൽ അപ്പാർക്ക് ഉണ്ടായിരിക്കാൻ പറ്റില്ല. നീ അതിന് ഷോപ്പിൽ വരുന്നവരോട് ഉണ്ടാറില്ലേ, വീട്ടിലല്ലല്ലോ മെഡിക്കൽ ട്രിപ്പ്. ആ അല്ലടാ, പൊതുവെ മൊത്തത്തിൽ എല്ലാവരും കുറച്ച് സൈലൻ്റായിട്ടുണ്ട്. എടാ അത് വേറൊന്നുമല്ല, കാലം മാറി. ഇപ്പം എല്ലാവരും ഫോണിലല്ലേ. നിൻ്റെയിൽ ഫോണ്, നിൻ്റെ മോളുടെ ഫോണ്, അഞ്ജുൻ്റെ ഫോണ്, ഇതിലുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് മിണ്ടാൻ സമയം? ആ അത് സത്യട്ടാ. ഈ ഫോൺ വന്ന് പിന്നെ മിണ്ടാട്ടം കുറവല്ല വരും. പക്ഷെ നമ്മളതറിയാത്തത് നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ വളവള പറയുന്നുണ്ടാ. എന്നോട് പിന്നെ വീട്ടിലിത് പറയാൻ അറിയാത്തോണ്ടേ ഞാനതറിയാറില്ല. ഞാൻ വരുമ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ പാതി ഉറക്കത്തിലായിരിക്കും. എനിക്ക് തോന്നണതേ നമുക്ക് പലതും അറിയാത്തതുകൊണ്ട് മിണ്ടാതാവണേന്നാ, പലതിനും ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട്. അല്ല നിനക്ക് എന്താ അറിയാത്തത്? അതല്ല, ഇന്നലെ അച്ഛൻ എന്തൊരു ഗെയിമിൻ്റെ കാര്യം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്ത് ഗെയിമെന്ന് ചോദിച്ചപ്പോൾ അച്ഛനറിയില്ല, അച്ഛൻ എന്താ ബൈ എന്നാ പറഞ്ഞേ. നീ തന്തേ തമാശയിലടാ പൊട്ടാ. ശരിയടാ, കുറേ പുതിയ വാക്കുകളും. കഴിഞ്ഞ ദിവസം മോൻ്റെ സ്കൂളിലെ ടീച്ചർ മെസ്സേജ് അയച്ചു, റിപ്ലൈ ആസാപ്പെന്നും കൂടെ. ഞാൻ വിചാരിച്ചു വാട്സപ്പിൻ്റെ സ്പെല്ലിങ് തെറ്റി തന്നാ. പക്ഷെ മോനെ പറഞ്ഞേ അസപ്പ് എന്ന് പറഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ ആണെന്ന്. എന്തായാലേ ഞാൻ പറയണേൽ കാര്യണ്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഇളയരാജയുടെ പാട്ടൊക്കെ വെച്ചിട്ട് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ പെങ്ങളുടെ മോൻ വന്നിട്ട് പാട്ട് മാറ്റി. നമ്മൾ ഈ ആൾക്കാരോടൊക്കെ തല്ലുപിടിച്ചിടാ, അതേപോലെ ഉണ്ടായിരുന്നു. എന്ത് പാട്ടാടെന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറയുക, മാമി തന്ത വൈബൊക്കെ വിട്ടിട്ട് ജെൻസിലേക്ക് മാറാൻ. എനിക്ക് ഗെയിംസും പുതിയ പാട്ടുകളൊക്കെ അറിയാട്ടാ. എന്തൊക്കെ ഗെയിംസ് അറിയാം നിനക്ക്? ഞാൻ സ്ഥിരമായിട്ട് മിനിമിക്സ് കളിക്കും, പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ ക്യാൻഡി ക്രഷ് കളിക്കും, ഓഫീസിൽ എപ്പോഴെങ്കിലും നേരം പോകാനാണെങ്കിൽ ലൂഡോ കളിക്കും. കൊള്ളാം അളിയ, പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഈ ചാന്ത് വീട്ടിലെ കുമാരൻ്റെ പോലെ തിളങ്ങണ ഷർട്ട് ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൂട്ടത്തിൽ ഏറ്റവും നിന്ന വൈബ് ഇപ്പം നീയാ. എന്താ ഇത്?